ഒക്കെ ഒരു പുതിയൊരു അപ്ഡേറ്റ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ നമ്മളുടെ ഐവറിയിൽ ഒരു 2 പുതിയ അതിഥികളെ കൊണ്ടുവന്ന് നിങ്ങളത് നോക്കി. പൈനാപ്പിൾ കൊണിയർ കൈ പഴകുന്നുണ്ട്, കുഴപ്പമില്ല. കയ്യിലൊക്കെ വന്നിരുന്ന് നമ്മൾ കൊടുക്കുമ്പോഴൊക്കെ എടുത്തിനും കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇതാണ് ഒരാൾ, കണ്ട വന്ന അന്നേ അവന് നല്ല വൃത്തിയ ആക്റ്റീവാണ്. ഇതൊക്കെ ഊന്നൊന്ന് പോകുന്നുണ്ട്. പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കയ്യിലൊക്കെ വരുമേ, ക്യാമറ നോക്കാൻ ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പഴയ ആഫ്രിക്കൻ ലവേഴ്സ് ഉണ്ടല്ലോ 4 പേർ, അവരെയൊക്കെ ഇവൻ, അതായത് അവർ നെസ്റ്റിംഗ് ഒക്കെ ചെയ്ത്, ഞാനത് അപ്ഡേറ്റ് ഇട്ടില്ല. ഇനി ഒരു ദിവസം അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ചെയ്യാം. നെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് അവർ, ഒരു 2 പേർ കൺഫേംഡ് പെയറാണ്. അവർ നെസ്റ്റിംഗ് ചെയ്തതിൻ്റെ കണക്കിന് ഒരു 10 ദിവസത്തിനകത്ത് ഇത് എഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കണ്ടോ കയ്യിലൊക്കെ വരും. ഇതായിരിക്കും ആ ഒരു 2 പേരും. ഇതാണ് നമ്മൾ ഇപ്പോൾ വാങ്ങിച്ച നല്ല ഹൈപ്പർ റെഡാണ്. ഹൈപ്പർ റെഡുള്ള അതായത് പൈനാപ്പിൾ കൊണിയറാണ്. ഒരു ബ്രീഡിങ്ങിൽ സമയമായെന്ന് പറയുന്നത്. പിന്നെ 3 മാസം കൂടെ കഴിഞ്ഞ് കയറ്റാമെന്നും പറയുന്നത്. ഞാൻ പിന്നെ കണ്ട കയ്യിലൊക്കെ പറന്ന് വരും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഫീഡ് വാങ്ങിച്ച് കഴിക്കും. സൺഫ്ലവർ സീഡ്, മാംഗോ, ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് ഞാൻ കഴിക്കാം. അവൻ കയ്യിൽ വരാനാണ് നോക്കണത് വീഡിയോ എടുക്കുന്ന സമയത്ത്. കണ്ടോ അതാണ്ട നല്ല, ഞാൻ വിചാരിച്ചില്ല അവന് ഇത്ര ഇണക്കം ഉണ്ടെന്ന്. പക്ഷേ സൂക്ഷിച്ചാണ് കൈ കൊടുക്കാം. കണ്ടോ വിരൽ കടിക്കും, മൈ ഗാഡ്, വിരൽ കടിക്കണണ്ട. അങ്ങനെയൊക്കെ ചെയ്യും അവർ. അങ്ങനെയുള്ള ഇത് ചെയ്യും. ഈ കൊണീർ ഐറ്റംസ് എന്ന് പറയുന്ന പാരറ്റാണല്ലോ അവർ, അതായത് സ്മോൾ കൊണീറാണ്. അവർ കൈയിനെ കടിച്ച് കളയും. അത് ശ്രദ്ധിച്ചോളണം. ആഹാരം ഇത് കൊടുക്കുമ്പോൾ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കും. ഞങ്ങൾ നെറ്റിൻ്റെ വെളിയിൽ നിന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ കൈ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കയ്യിൽ ഒക്കെ വന്ന് ഏറിയിരിക്കാനൊക്കെ തുടങ്ങി. നമ്മളുടെ കയ്യിൽ ഒരാണ് ഇതായിരിക്കുന്നത്. അവർക്ക് എന്തായാലും സ്ഥലം ഇഷ്ടപ്പെട്ട്. പക്ഷേ ഇവർ വന്നതിന് ശേഷം എന്തെന്ന് പറഞ്ഞാൽ നമുക്കുള്ള പഴയ നമ്മളുടെ മറ്റ് പേരുകൾക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് അവിടെ ചട്ടിക്കകത്ത് കയറാൻ പറ്റുന്നില്ല. കാരണം യവന്മാരെ അവരെ ഉപദ്രവിക്കുന്നുണ്ട്. ഇതാ പറന്ന് വന്ന് നിൽക്കുകയാണ് ഒരുത്തൻ. വേണ്ടതാ പറന്ന് വന്നിരിക്കുന്നുണ്ട്. ഇവനും നല്ല ഹൈപ്പർ റെഡാണ്. ആണ്ടാ 2 പേരും അടുത്ത് വന്നു. നല്ല ഡിനോ, നമ്മളുടെ ഡിനോ എന്താ ഇതവരാണ്. ഇതാണ് പെയർ, പൈനാപ്പിൾ കൊണിയറുടെ ഒരു പെയറാണ്. അവർക്ക് ബ്രീഡിങ്ങിന് ബോക്സ് ഒന്നും വെച്ചില്ല. ഞാൻ എന്തായാലും ബ്രീഡിങ് അവർ പറയുന്നത് അന്നവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞിട്ട് വെച്ചാൽ മതി. ഞാൻ എന്തായാലും തൽക്കാലം 2 ബോക്സ് എവിടെയെന്തെങ്കിലും ബ്രീഡിങ് ബോക്സ് ഒപ്പിച്ച് ഇവർക്ക് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇവർ മറ്റുള്ള ചട്ടിയൊക്കെ അത് നെസ്റ്റിങ് ചെയ്ത് വെച്ചിങ്ങനെയൊക്കെ ചെന്ന് ഇല്ലാതാക്കുന്നു. അതിലൊക്കെയാണ് ചെന്നിരിക്കുന്നത്. അങ്ങനെ ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഇവർ കണ്ടോ, എല്ലാം നമ്മളുടെ അന്ന് കണ്ടതുപോലെ അല്ല. നിങ്ങൾ നോക്കി എങ്ങനെ ഇരിക്കണമെന്ന്. എല്ലാം നല്ല റെഡ് കണ്ടോ. എല്ലാ അവരും ഓപ്പലൈൻ എല്ലാം സൂപ്പറായിട്ട് ക്ലിയറായിട്ട് റെഡായി. നമ്മളെ ഓപ്പലൈൻസ് നല്ല സൂപ്പർ റെഡ്, എല്ലാം നല്ല മെച്യൂറായി. അവർ വന്നതിന് ശേഷം ഞാൻ സീഡ് മിക്സാണ് കൊടുക്കുന്നത്. പിന്നെ സീഡ് മിക്സ് കൊടുക്കും, പിന്നെ മറ്റേ വള്ളിപ്പയറൊക്കെ ഇത് കൊടുക്കും, പിന്നെ നമ്മളുടെ വെണ്ടയ്ക്കയുടെ ഇതൊക്കെ അകത്തിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കും. പിന്നെ മാങ്ങാപ്പഴം എല്ലാ ദിവസവും രാത്രി കൊടുക്കും അവർക്ക്. അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കൊടുക്കും. കുറച്ച് പച്ചക്കറികൾ, പിന്നെ സീഡ് മിക്സ് സൺഫ്ലവർ സീഡുണ്ട്, എല്ലാം ഉണ്ട്. സൺഫ്ലവർ സീഡ്, പിന്നെ എന്തൊക്കെ അതിനകത്ത് കിടപ്പുണ്ട് കുറച്ച് ഐറ്റങ്ങളൊക്കെ, അതൊക്കെ കിടക്കും. പക്ഷേ എല്ലാം നല്ല മെച്ചൂറായി. ഇന്ന് ഇങ്ങനെ ഒരു ഒതുങ്ങിയിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ വന്നതിന് ശേഷം അവർക്ക് ചെറിയ ഒരു ഇൻഫീരിയർ മൈൻഡ് പോലെ. കാരണം അവർ ഡോമിനേറ്റ് ചെയ്യുമല്ലോ. അവർ വലിയ ഇതാണല്ലോ. അതുകൊണ്ട് കണ്ടോ ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. 8 ഇരിപ്പുണ്ട്. 8 ഇതിൽ 7 ഉണ്ട്. ഒരാൾ ഏതൊരു അവൻ്റെ നെസ്റ്റിങ്ങിനകത്ത് ഇരിപ്പുണ്ട്, ബോക്സിനകത്ത് ഇരിപ്പുണ്ട്. അവർക്ക് കണ്ട മാറി ഞാൻ അങ്ങനെ കറങ്ങി അടിച്ചൊക്കെ നടക്കും. എന്താ നമ്മളുടെ പുതിയ അതിഥികളായിരിക്കണം. ഹൈപ്പർ റെഡാണ് അവർ. പക്ഷേ എനിക്ക് പൈനാപ്പിൾ കൊണിയറോട് നല്ല താല്പര്യമാണ്. അതായത് സൺ കൊണിയറാണ്
താല്പര്യം. പക്ഷേ അത് ഇപ്പോഴത്തേക്ക് വാങ്ങിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ഇനി കണ്ടിന്യൂസ് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇപ്പോഴത് വാങ്ങിച്ചില്ല. ഇതും ഞാൻ വാങ്ങിക്കണമെന്ന് പ്ലാൻ ചെയ്ത് പ്രീ പ്ലാൻഡാണ്. എൻ്റെ മകൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ്. അവർ പറഞ്ഞ മംഗൾ ഞാൻ വില കുറച്ച് തരാം, നിങ്ങൾ ഇടയ്ക്ക് ഇതിനെ, അങ്ങനെ ഒരു ഫ്രീ പ്ലാനിൽ ചെന്നെടുത്തതാണത്. കൊള്ളാം, നന്നായിരിക്കണം. ഇതിൻ്റെ മറ്റ് അപ്ഡേറ്റുകളൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവരിപ്പോഴേ ഞാൻ വിചാരിച്ചില്ല ഇത്ര പഴക്കമാണ്. കണ്ട കയ്യിലൊക്കെ വന്നിരിക്കും, ക്യാമറയുടെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുക, മൊബൈലിൽ കയ്യിൽ വന്നേറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറന്ന് വരുന്നത്. ഒരുത്തതായിരിക്കണം, ഒരുത്തത് പറന്നിവിടെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വെച്ച് ഇതാ വന്ന് നിൽക്കുന്നുണ്ട്. വിരൽ കൊടുത്ത് ഞാൻ കടിക്കും അവൻ, കണ്ട അതായിരിക്കണേ, കണ്ട വിരൽ കടിക്കാൻ വേണ്ടി വരെയാ എൻ്റെ വിരലിനെ. ഒരിക്കൽ അവർ കടി തന്ന് നമ്മൾ മറ്റേ ഇതൊക്കെ സൺഫ്ലവർ സീഡ് കൊടുത്ത് ഞാൻ വാങ്ങിച്ച് കഴിക്കും. അതൊക്കെ ഞാൻ മറ്റ് നമ്മളുടെ ആഫ്രിക്കൻ ലവേഴ്സിൻ്റെ ഇതൊക്കെ പിന്നീട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നല്ല നെസ്റ്റിങ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നെസ്റ്റിങ്ങൊക്കെ ഇപ്പോൾ വന്ന യവന്മാർ വന്ന് കുറച്ചൊക്കെ വലിച്ചൊക്കെ എടുത്ത് കമ്പുകളൊക്കെ ഇതിലൊക്കെ ഫുള്ള് ചാട്ടിൽ നെസ്റ്റിങ്ങാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഞാൻ എന്തായാലും ഞാൻ നാളെ മറ്റൊന്ന് നോക്കിയിട്ട് ഞാൻ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.